ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യുക എന്ന് ഓർത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് കുറേ നാളും കൊണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാംസിലും റീൽസിലൊക്കെ ദുബായ് കുനാഫ ചോക്ലേറ്റ് കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റീൽസൊക്കെ കാണുമ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഒരു ദിവസം എനിക്കിതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിരുന്ന് ഞാൻ ആക്ച്വലി നേരത്തെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ആക്ച്വലി ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, മതി, വേറൊന്നുമല്ല. സോ ഇന്ന് എന്തായാലും ഞാൻ തീരുമാനിച്ചു അത് ജസ്റ്റ് വാങ്ങി വെച്ചേക്കല്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം നമ്മൾ നമ്മുടെ ദുബായ് കുനാഫ ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേച്ചി റെഡിയാണോ? റെഡി. എന്തറിഞ്ഞിട്ടാണോ? അപ്പം അല്ല, അറിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ദുബായ് ചോക്ലേറ്റ് കുനാഫ കഴിക്കാൻ നേരം ഈ ആവേശം കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും ചോക്ലേറ്റ്സാണ്. 3 കാഡ്ബറീസും 2 മിൽക്കി ബാറും, പിന്നെ പിസ്ത കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സേമിയ. ഇത്രയും മതിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെൻ്റെ ഒരു പരീക്ഷണം ആയതുകൊണ്ട് ഇത്രയും ഞാൻ എടുത്തുള്ളൂ, മതിയായിരിക്കും. പിന്നെ ബട്ടർ, പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള സിലിക്കോൺ മോൾഡ്. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്തയും വൈറ്റ് ചോക്ലേറ്റാണ് പറഞ്ഞത്, എൻ്റെ ഉള്ളത് മിൽക്കി ബാർ. മിൽക്കി ബാർ വൈറ്റ് ചോക്ലേറ്റ് ആണോ? അതെ, വൈറ്റ് കളറിൽ വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് യൂസ് ചെയ്യാം. ഞാൻ ചോറ് കഴിക്കട്ടെ. ഓക്കെ, ബൈ. ഹായ്. വെച്ചു. ഒളിഞ്ഞിരുന്ന് നോക്കും എന്റെ ചേച്ചി എന്നെ ഒളിഞ്ഞു നിന്നു. ചേച്ചി ധൈര്യമായിട്ട് ചേച്ചിക്ക് എന്നെ നോക്കാം, നോക്കിക്കോ. കഴിക്കാൻ തോന്നുന്നു. എന്നിട്ട് നമ്മള് ഇതിലേക്ക് ഇങ്ങനെ, നമുക്ക് കാണിക്കാൻ പറ്റണില്ല, ഇങ്ങനെ മുറിച്ചിടും. പക്ഷെ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ആവോ? ചേച്ചി, നമ്മളെ ഈ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പേസ്റ്റ് ആയിട്ട് കിട്ടുമോ? അറിയോ? ഓക്കെ, നല്ല അവിടാണ് ചോദിച്ചത്. ഓക്കെ, സാരമില്ല, നമുക്ക് നോക്കാം. എല്ലാവരും പരീക്ഷണമല്ലേ. ആയിരിക്കും. 2 അതൊന്നും ഇരിപ്പുണ്ടോ? എത്ര വേണം? ചെറുതിരിക്കുന്നില്ല, കളർ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ? ഡയറിമിൽക്കല്ല, മിൽക്കി ബാർ. ഇല്ല, കുഴപ്പമില്ല. നമ്മളിതിങ്ങനെ പീസ് ആക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഇടാം. ഇതെൻ്റെ പരീക്ഷണമാണ് കേട്ടോ, ഇത് കറക്റ്റായിട്ട് കിട്ടുമോന്നും എനിക്കറിയില്ല. അതെന്തുവാ? കുക്കീസ് കൊണ്ടോ? കുക്കീസ്. ഓക്കെ, അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇട്ട് പിസ്തയും മിൽക്ക് മെയ്ഡ് കൂടി ഇടായിരുന്നു. പക്ഷെ ഉണ്ടോ? ഇവിടെ ഇരിപ്പുണ്ടോ? മിൽക്ക് മെയ്ഡ് ഇല്ല, വേണ്ട, നമുക്കിത് മതി. ഇത് പൗഡറായി, ഇത് പൗഡറായി. പൗഡറായിട്ടല്ല വേണ്ട, പേസ്റ്റ് ആയിട്ടാ വേണ്ട. കുറച്ച് പാല് വെച്ചാലും എല്ലാം ഒന്ന് അടുപ്പത്തിട്ട് മെൽറ്റ് ചെയ്താൽ മതി. പാവായിരിക്കും. ഇനി എങ്ങനെ മെൽറ്റ് ചെയ്യും? കുറച്ച് ബട്ടർ ഇട്ടിട്ട് എങ്ങനെയാണെങ്കിൽ മെൽറ്റോ. അയ്യോ, അപ്പൊ ഞാൻ പറയട്ടെ, മിൽക്ക് മെയ്ഡ് ഇട്ടാ കറക്റ്റ് ആയിട്ട് വന്നേനെ. ലിക്വിഡ് ആയിട്ട് ഐഡിയ ഉണ്ട്. ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സേമിയ ചൂടാക്കും, അപ്പൊ ആ കൂട്ടത്തിൽ ഇതുകൂടി ഇടാം.
അപ്പൊ മെൽട്ടായി ഇതായിക്കോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ പേസ്റ്റ് ആക്കിയാണ് കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ചത് പേസ്റ്റ് ആക്കി അല്ല കിട്ടിയത്, ഇങ്ങനെ പൗഡർ ഫോമിലാണ് കിട്ടിയത്. പക്ഷെ ഉദ്ദേശിച്ചത് എനിക്ക് പേസ്റ്റ് ആയിരുന്നു വേണ്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സേമിയ ബട്ടറിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യണം. അത് ചെയ്യാം. ബട്ടർ എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത് ആക്ച്വലി നേരത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയി ഈ എന്താ ഡയറി മിൽക്കും മിൽക്കി ബാറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ സംഭവം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മടി, വേറൊന്നുമല്ല, മടി. അവസാനം ആ ചോക്ലേറ്റ് എല്ലാം ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും നിങ്ങളെല്ലാം കൂടെ ഷെയർ ഇട്ട് കഴിച്ചു. എന്താ ചെയ്യുക. സോ ഇന്ന് ഞാൻ തീരുമാനിച്ച് എന്തൊക്കെ വന്നാലും ഇന്ന് എനിക്ക് ഉണ്ടാക്കിയേ പറ്റൂ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളിതാ ബട്ടർ എടുക്കാൻ പോവാം. ഇങ്ങനെ ഇട്ടിട്ട് എത്ര നേരം റോസ്റ്റ് ചെയ്യണമെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, അറിയാൻ മതി. അത്രേ എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഏകദേശം റോസ്റ്റ് ചെയ്തു. ഇനി ഞാൻ നമുക്ക് പൗഡറായി കിട്ടിയ ഈ പിസ്തയും നമ്മുടെ മിൽക്കി ബാറും കൂടെ ഉള്ള മിക്സിനകത്ത് ഇടാൻ പോവാം. ഓക്കെ, കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇതിനകത്ത് മിൽക്കി ബാർ നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. പക്ഷെ ആ ഒരു പച്ച കളർ കിട്ടിയിട്ടില്ല. ഒന്ന് പിസ്ത കുറച്ചുകൂടെ വേണമായിരുന്നു. കുറച്ചും കൂടെ കൂടുതൽ പിസ്ത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായി തോന്നുന്നു. ഞാൻ അതിനകത്ത് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുക. കാരണം അല്ലാതെ നോക്കിയപ്പോൾ അതിനകത്തൊരു എത്രയൊക്കെ ഒഴിക്കുക. ഓ, ഇത് മൊത്തം കുളമായിരുന്നു. ഈശ്വര, മിൽക്ക് മെയ്ഡും കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ സ്മെല്ല് വരുന്നത്. നല്ല മണമുണ്ട്, ബേക്കറിന്റെ സ്മെല്ലുണ്ട്. അന്നാനി ഇന്ന് ഞെട്ടിക്കും ഞാൻ. അന്നാനിക്ക് ഡെസേർട്ട് കിട്ടുന്ന നല്ല മധുരമുള്ള മിൽക്ക് മെയ്ഡ് വേണം. എനിക്കെന്താ? ഷെഫാണ് ആദ്യം നോക്കണേ. കൊള്ളാം, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി എടുക്കട്ടെ. ആ എടുത്തോ. ഓ, എൻ്റെ കുനാഫയ്ക്ക് ഇത്രയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിന്റെ സംഭവം എനിക്ക് അറിയാതെ ഇങ്ങനെ തിളക്കരുതല്ലോ അല്ലേ, പൊട്ടിപ്പോത്തില്ലേ. അപ്പം ഇത് ചെയ്യുന്ന സ്പൂൺ എടുക്കാം. ഇങ്ങനെ കരിഞ്ഞു വരുമല്ലോ അല്ലേ. ആക്ച്വലി കളർ ഇത് സ്ട്രോങ് ആയോ? അന്നേരം കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ടാൽ മതി. നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് തീരും. അയ്യോ, അത് പറ്റില്ല. ഡയറി മിൽക്ക് മെൽറ്റാക്കി എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച രീതി കിട്ടിയില്ല. എനിക്ക് കിട്ടിയ പരുവം ഇതാണ്. എന്താന്ന് പറഞ്ഞുകൂടാ, ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും.
നല്ല ലൂസാക്കി കിട്ടണമെന്ന് ഉദ്ദേശിച്ച് എനിക്ക് കിട്ടിയത് ഇതാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ കഴിക്കാം, വേറെ യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേറെ ചോക്ലേറ്റ് ഇതിനിടയ്ക്ക് പോയി മേടിച്ചു. ഇനി ഇതിനെ മെൽറ്റാക്കി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മെൽറ്റാക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതേ എന്നെക്കൊണ്ട് നടക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്തത്, അത് ആൻഡ് ഫെയിൽഡ്. അതെന്നെക്കൊണ്ട് പറ്റിയില്ല. സോ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യം തീർക്കണമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോഴത്തേന് നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചൂടുവെള്ളം റെഡിയായി. ചൂടുവെള്ളം ഞാൻ പാത്രത്തിലെടുത്തിട്ട് കാഡ്ബറീസ് ഇതിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. ഇതാദ്യമേ ചെയ്താൽ മതിയായിരുന്നു. അപ്പോഴത്തേക്കിന് ഈ സാധനം കട്ടിയായി. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലൂസായി കിട്ടുമായിരിക്കും. നോക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തു. ശരി, ഇച്ചിരി കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ പറ്റും. നമ്മൾ സ്വയമായിട്ട് എപ്പോഴും സമാധാനിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും സെൽഫായിട്ട് നമ്മൾ പൊട്ടസാരമില്ല, ഓക്കെയാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ തിന്നായിട്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. കാരണം ഈ സാധനം നിറയ്ക്കാനുള്ളതല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൽ കുറച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ, അയ്യോ ടാസ്ക് ഇങ്ങനെ പിന്നെയും കട്ടിയായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ലൂസാണെങ്കിൽ നല്ലതാട്ടോ. ഇതിൻ്റെ ചൂട് കാരണം താഴത്തെ ചോക്ലേറ്റ് ചെറുതായിട്ട് അലിഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോസസ്സ് അത്യാവശ്യം കുറച്ച് ടഫുള്ളൊരു പണിയായിരുന്നു കേട്ടോ. ഞാൻ സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. കാരണം അത് ഇച്ചിരി സ്റ്റിഫായിട്ടിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ചോക്ലേറ്റ് അതിങ്ങനെ മാറിപ്പോവും. അതുകൊണ്ട് അത് വെക്കാൻ നല്ല പാടുണ്ടായിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെയോ ഞാനത് സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് സമയത്തേക്കിന്. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ നേരത്തെ കുനുകുനാന്നായി പോയ കാഡ്ബറീസ് ഉണ്ടല്ലോ, ആ ഡയറി മിൽക്ക് ഞാനിനി എന്ത് ചെയ്യുമെന്നായിരുന്നു. അതാണ് ഈ ഒരു ബൗള് നിറച്ചുണ്ട് താനും, അതും പിന്നെ ഈ കുനാഫയുടെ ബാലൻസും. ഇതിനി ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചെടുത്തത്.
അയ്യോ അമ്മേ, ഒരാവേശത്തിന് ദുബായ് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ടഫ്. ഞാൻ വിചാരിച്ച പോലെ ദേ പോയി ദാവൊന്നും അല്ല. നല്ല ടഫ് ഉണ്ടായിരുന്നു. നല്ല ടഫ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് 2 വട്ടം ഞാൻ സ്വിഗ്ഗി ചെയ്യേണ്ടി വന്നു. ആ ചോക്ലേറ്റ് മൊത്തം വെറുതെ പോയി ഞാൻ ആദ്യം വാങ്ങിച്ചത്. നല്ല ടഫായിരുന്നു. മേ ബി ഞാൻ ഉണ്ടാക്കിയതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ദുബായ് കുനാഫ ചോക്ലേറ്റ് ആയോ എന്ന് നോക്കാം. ഓക്കെ. നോക്ക്, വേഗം താ എനിക്ക്. ഇതാദ്യം പ്ലേറ്റിലോട്ട് മാറ്റാം അല്ലേ? എത്ര മണിക്കൂർ നമ്മൾ വെച്ച് ചേച്ചി? ഉച്ചക്ക് വെച്ചതല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും എടുത്ത. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓ ചേച്ചി നോക്ക്, ഷേപ്പായി. ഷേപ്പൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. കാരണം നിഷ വലുതില് പിടിച്ചു. ഓ മൈ ഗോഡ്. എനിക്ക് ഇതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടിയപ്പോ തന്നെ ഞാൻ ഹാപ്പി ആയി. സീരിയസ് സൂപ്പർ ഷേപ്പ് നന്നായിട്ട് കിട്ടി. അത് ഞാൻ ഹാപ്പി ആയി. ഇനി ടേസ്റ്റ് എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. Come on. ഓക്കെ, ഒരുമിച്ച് ഞാൻ 3, 2, 1 പറയുമ്പോ കേട്ടോ. ബി അവളപ്പുറത്തേക്ക് പോയി. 3, 2, 1 ഗോ. Come on. എങ്ങനെയുണ്ട് സംഭവം? കണ്ടന്റ് ആണ്. ഉള്ളിൽ എന്താ ഉള്ളത് ഇതിന്റെ? അതാ ഉള്ളിൽ ആക്ച്വലി കാണിക്കുന്നത് ഇങ്ങനെ. ഇത് പൊട്ടിക്കിട്ടെ രണ്ടായിട്ട്. എന്നാ പൊട്ടിച്ചോ. ടണ്ടടാ. What is this? ഇതാണ് ഉള്ളിൽ കുനാഫ. കുനാഫയാണോ ഇത്? കുനാഫയായിട്ട് തോന്നുന്നുണ്ടോ കേട്ടിട്ട്? സ്പോഞ്ച് പോലെ. ഞാൻ ആക്ച്വലി ഇത് ജസ്റ്റ് ട്രൈ ചെയ്തതാ എങ്ങനെയുണ്ടെന്ന്. ഞാൻ കുറെ നാളും കൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇഷ്ടമായോ? എത്ര ടൈം എടുത്ത് ഇത് ചെയ്യാൻ? സമയം ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് തീരും എന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. എത്ര സമയം എടുക്കുന്നറിയാം? എത്ര സമയത്ത് എന്റെ 3 കാഡ്ബറീസ് വെറുതെ പോയി. ചോക്ലേറ്റ് അതൊക്കെ ഞാൻ തീർത്തു. 3 കാഡ്ബറീസ് ഞാൻ വന്ന് നോക്കിയപ്പോ ഫ്രിഡ്ജിൽ കുറെ കാഡ്ബറി കിടപ്പുണ്ട്. ഞാൻ മിൽക്കി ബാർ. അതാണ് പിന്നെ മൂന്നാമത്തെ അമ്മയുടെ വരവില് അല്ലേ? മൂന്നാമത്തെ വരവില് മേടിച്ചതാണ്, വീണ്ടും മേടിച്ച സംഭവങ്ങളല്ലേ ഐറ്റംസ്. 2 വട്ടം ഞാൻ പോയി വന്ന് 3ാമത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് ഇപ്പൊ ട്രൈ ചെയ്തത്. കുഴപ്പമില്ലല്ലേ? നല്ല. ഇതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയ സംഭവം? അതൊരു വലിയ ചെറിയ പ്രോസസ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആക്ച്വലി അത് വലിയ പ്രോസസ് ആയിരുന്നു. കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ മെറ്റീരിയൽ എന്താ ഉള്ളിൽ സംഭവം എന്തുവാ ആക്ച്വലി? കുനാഫ ഇല്ലേ, കുനാഫ അറിയാം. അത് വൈറ്റ് ചോക്ലേറ്റിൽ മിക്സ് ആക്കി പിസ്ത ആഡ് ചെയ്ത്. ഓക്കെ, പിസ്ത ആഡ് ചെയ്തല്ലേ? ഓക്കെ, അതാണ് ആ കളർ ഗ്രീൻ കളർ വന്നിട്ടുള്ള. ഓക്കെ 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 ഓക്കെ. നമ്മൾ ഇതിൽ ഗ്രീൻ കളർ ഇട്ടിട്ടില്ല. കളർ ഇട്ടിട്ടില്ല, പിസ്ത മാത്രം. ഓക്കേ, താങ്ക് യു. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ക്രിസ്പി ആയിട്ടുണ്ട്. ക്രിസ്പിയോ? ക്രിസ്പി 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 ക്രിസ്പി. നല്ല സംഭവം. കൊള്ളാം അല്ലേ? ഞാൻ ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയത്. നല്ലത് ആക്ച്വലി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്കോ പ്ലസ് പിസ്ത. മൂന്നാമത്തെ പീസ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളിയാ. ഇഷ്ടായി. വെറൈറ്റി നല്ല പിസ്ത അല്ലേ? നല്ല സാധനം, നല്ലതാ. ഓക്കെ ഓക്കെ. അപ്പം ഇന്നത്തെ എൻ്റെ കുനാഫ ചോക്ലേറ്റ് സക്സസ്ഫുൾ. ഗ്രേറ്റ്. സൂപ്പർ സൂപ്പർ ഗൈസ്. അപ്പൊ ടാറ്റ പറ. ടാറ്റാ. See you. Bye bye.
എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ, നല്ല അടിപൊളി സാധനം. ഓക്കേ. ഇവളോട് ചോദിച്ചോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കേട്ടോ. അമ്പലിനോട് പ്രതീക്ഷനോട് ചോദിച്ചാൽ വീട്ടിലെ അമ്പിളിനെ വിളിക്കാം, അതങ്ങനെ. ശരി ടാറ്റാ.